Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ ചുമ്മാ പറയരുത്. നിങ്ങളുടെ ഈ പറക്കുന്ന കാറും കൊണ്ട് ആകാശത്ത് പറക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. സത്യത്തിൽ വളരെ നന്നായിട്ടുണ്ട് വലിയേട്ടാ. എന്റെ അത്തിപ്പാറെ അമ്മച്ചേ മോട്ടു കാറൊന്ന് നേരെയാക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു. മോട്ടു കാറിനെ നേരെയാക്ക്. ഓ എന്റെ തല. ഓ എന്റെ ചങ്കുകള്, എന്റെ കയ്യില് ഒരു സന്തോഷ വാർത്തയും ഒരു ദുഃഖ വാർത്തയും ഉണ്ട്. ഇതിലേതാ ഞാൻ ആദ്യം പറയേണ്ടത്? ആ സന്തോഷ വാർത്ത ഇതാണ് ചങ്കുകളെ, നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് 3-4 ദിവസം ഈ കാട്ടിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റൂ. എന്ത്? മറ്റു വഴികളൊന്നും ഇല്ലേ? വരൂ പോയി നോക്കാം. ആദ്യം എല്ലാ മരത്തിന് മുകളിൽ നമുക്ക് മാർക്കിട്ട് വയ്ക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് വഴി തെറ്റാതിരിക്കുള്ളൂ. മോട്ടു, ഈ മരത്തിലെ അടയാളമൊക്കെ ശരിക്കും ഇട്ടില്ലേ? പൊളിച്ചെടുത്തല്ലോ, മരങ്ങൾ മായമായല്ലോ. ഓടിക്കോ, ഇവിടെ ഭൂതമുണ്ട്. നേരത്തെ നോക്കുമ്പോ ഇവിടെ ഒരുപാട് മരങ്ങൾ ഇല്ലായിരുന്നുവല്ലോ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അത് ആ മരങ്ങളൊക്കെ അതുപോലെ തന്നെ വന്ന് നിൽക്കുന്നു. ദേ നോക്ക്, എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് പേടി കൊണ്ട് ദാഹിച്ചിട്ട് വയ്യ. ചിങ്കം സാറേ, കുടിക്കാൻ വല്ല വെള്ളം ഏർപ്പാടാക്കൂ. മോട്ടു, ഞാൻ എന്നെ കയ്യിൽ വാട്ടർ ബോട്ടിൽ വെച്ചോണ്ടാണോ നടക്കുന്നത്? നിങ്ങളെല്ലാവരും പിന്നെയും തുടങ്ങിയോ? ദേ അങ്ങോട്ട് നോക്ക്, എത്ര വലിയ വലിയ മാമ്പഴങ്ങളാണെന്ന്. അത് പറിച്ച് കഴിക്കാന്നേ, വരൂ. ഇതിൽ നിന്ന് ഒരു പഴം പോലും പറിക്കരുത്. ആരാ നിങ്ങള്? പേടിക്കണ്ട, ഞങ്ങൾ കാട്ടിലെ മരങ്ങളാ, വേറൊന്നുമല്ല. പക്ഷെ ഒരു പഴം പോലും നിങ്ങൾ പറിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം ബബ്ബർ ദാദയ്ക്ക് അവകാശപ്പെട്ടതാണ്. ബബ്ബർ ദാദയോ? അതാരാ? ബബ്ബർ ദാദ ഒരു വലിയ വൃക്ഷമാണ്. ഞങ്ങൾ എല്ലാവരുടെയും പഴം അവിടെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അഥവാ പഴം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ തല്ലുന്നുണ്ട്. ഇൻസ്പെക്ടർ ചിങ്കം, നിയമത്തിന്റെ കഴിവെന്താണെന്ന് ഞാൻ ഈ കാട്ടിൽ തെളിയിച്ച് കാണിക്കാം. Why fear when Chingam is here? എവിടെ പോയി നിങ്ങളുടെ ബബ്ബർ ദാദ? എവിടെയാണ്? അവിടെ ഞാൻ ഇപ്പൊ തന്നെ ആ ബബ്ബറിനെ റബ്ബറാക്കി മാറ്റി കാണിച്ചു തരാം. എന്റെ അമ്മ! ചിങ്കം സാർ, എന്താ സംഭവിച്ചേ? എന്റെ റൗണ്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. മോട്ടുമൊത്തം നിങ്ങൾ ചെല്ല് 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 ചെല്ല്. ഇവിടെ ആരാണ് ബബ്ബർ ദാദ? നിങ്ങൾക്ക് അയാളായിട്ട് എന്താ കാര്യം? എങ്കിൽ നിങ്ങളുടെ ബബ്ബർ ദാദയോട് പറയൂ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കൊള്ളാൻ. കാരണം മോട്ടവും പത്തലും വന്നിട്ടുണ്ട്. എന്നെ ഈ കാട്ടിൽ ഓടിക്കുമെന്നോ? Cactus attack!
കിങ്കം സാറേ, ഞങ്ങളുടെ ദേഹത്ത് ഇത്രയും മുള്ള കുത്തി കയറിയിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ വളരെ ക്ലീൻ ആണല്ലോ സാറേ. എന്റെ അമ്മോ, ആരാണ് പറഞ്ഞത് ഞാൻ ക്ലീൻ ആയിട്ടുണ്ടെന്ന്? താനും കൊണ്ടൊന്ന് നോക്കിയേ. നിങ്ങൾ വളരെ നല്ല ആളുകളാണല്ലോ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കണമല്ലോ. ആ, കൊണ്ടുവാ, ആ വേരുകളൊക്കെ എടുത്തോണ്ട് വാ. ആ, കൊള്ളാം. ഇനി ഞാൻ ഇതുകൊണ്ട് മരുന്നുണ്ടാക്കാം. ഇത് പുരട്ടി കഴിഞ്ഞാൽ ഈ മുള്ളുകളെല്ലാം പോകും. താങ്ക് യു മരൻ ചേട്ടാ. പത്ലു, നമുക്ക് ഇവരെ സഹായിച്ചേ മതിയാവും. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. അല്ല, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? മോട്ടു ആലോചിക്കാൻ എന്തിരിക്കുന്നു? സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ്. ഞാൻ ഇന്നലെ തന്നെ ചായക്കട ചേട്ടനോട് നിനക്ക് വേണ്ടി സമോസ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. തരൂ, വേഗത്തിൽ സമൂസ തരൂ. എന്റെ മോട്ടു സമോസയുടെ ഡപ്പ എന്റെ കയ്യിലല്ല, കാറിലായിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ സമോസയുടെ ഡബ്ബ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. തീർച്ചയായും. പച്ചപ്പാണി, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഇത് റേസിനുള്ള സമയമാണ്. നോക്കൂ, ഇവരുടെ കാറ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ടിഫിൻ ആദ്യം ആരെടുത്തു കൊണ്ടുവരുന്നുവോ അവർ ഒന്നാമനാവും. എങ്കിൽ ശരി, ഓൺ യുവർ മാർച്ച്. ഗെറ്റ് സെറ്റ്. ഓ, അല്ല, താങ്ക് യു എന്തിനാ ചോട്ടു? സമൂസ 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 സമൂസ. നിങ്ങള് പിന്നെ വന്നോ? മരൻ ചേട്ടാ, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. അതുമാത്രമല്ല, ഞങ്ങൾ മനുഷ്യർ മരങ്ങളെ ബഹുമാനിക്കുന്നവരുമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഒരുപാട് നേരമായി ഞങ്ങളെ ശല്യം ചെയ്യുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് നിങ്ങളുമായി യുദ്ധം ചെയ്തേ മതിയാവൂ. അത് ശരി, അപ്പൊ നിങ്ങൾ എന്നെ നേരിടാൻ പോവുകയാണല്ലേ? ഈ ബബ്ബറിനെ കാക്ടസ് അറ്റാക്ക്! ഈ മനുഷ്യൻ എന്ത് കഴിച്ചിട്ടാ വന്നതെന്ന് ഒരു പിടിയില്ല. ഇയാളുടെ കയ്യിൽ ഞങ്ങളെ പോലുള്ള 10 കാക്ടസിന്റെ പവർ ഒരുമിച്ചുണ്ട്. ഞാൻ എന്റെ കാക്ടസിനെ അടിച്ചോടിച്ചു അല്ലേ? അയാളുടെ വയറ്റിൽ നോക്കി ഇടിക്ക്. വയറില് കുറച്ച് ഉയർന്ന സ്ഥലമില്ലേ, അവിടെ നോക്കി ഇടിക്ക്. എന്നാ അയാള് തടന്നു വീണോളൂ.
താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചിരിക്കുന്നു. വരൂ, ഞങ്ങൾ നിങ്ങളെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി കാണിച്ചു തരാം. താങ്ക് യു. ഞങ്ങളെ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചല്ലോ. ബൈ ബൈ കൂട്ടുകാരെ. Watch India's largest kids library only on Geo Hotstar. Download the app now.